ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സുക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്ന സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് ഏറ്റവും നല്ല ഭാവത്തിലാണ്, 3-ാം ഭാവത്തിലാണ്. മതിവിക്രമവാൻ തൃതീയകെ അർക്കേ. 3-ൽ സൂര്യൻ വന്നാലും ശനി വന്നാലും ചൊവ്വ വന്നാലും ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. ഇതിൽ ഏറ്റവും അധികം വിക്രമം പ്രകടിപ്പിക്കുക ഈ ചൊവ്വ തന്നെയാണ്. ഇവിടെ ചൊവ്വ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് 4-ാം ഭാവാധിപത്യം, മറ്റൊന്ന് എന്താണ് 11-ാം ലാഭാധിപത്യം. ഇവിടെ ഭൂമിയുടെ ലാഭം ഉണ്ടാക്കുന്നു, സഹോദര ലാഭം ഉണ്ടാക്കും. സഹോദരങ്ങൾക്ക് ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായി ശത്രുത വരാതെ നോക്കുകയും ചെയ്യണം. കാരണം ഇവിടെ കാരകപതി, സഹോദര കാരകനായ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് സഹോദര വിഷയത്തിലേക്ക് നല്ലതല്ല. അതിനാൽ സഹോദര വിഷയത്തിലേക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ ചൊവ്വ ഉണ്ടാക്കുന്നതാണ്. അത് ശ്രദ്ധിക്കണം. അവരുടെ ആരോഗ്യ വിഷയമൊക്കെ ശ്രദ്ധിക്കുക. തൻ്റെ പരാക്രമത്തിൻ്റെ പൂർണ്ണത പ്രകടിപ്പിക്കുവാൻ പറ്റുന്ന സമയമാണ്. ഈ സമയത്ത് ധാരാളം മാർഷൽ ആർട്സുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ ധാരാളം അവസരങ്ങൾ വരും. കരാട്ടെ, കളരി, കുംഫു, ജിം ട്രെയിനേഴ്സ്, ജിംനാഷ്യവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ തന്നെ വിദേശത്തേക്ക് പോകാനുള്ള അസുലഭമായ ഒരു സന്ദർഭം വരും. അവരുടെ കായികക്ഷമത എത്രത്തോളം അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയും, ഇൻ്റർവ്യൂ ആയി ബന്ധപ്പെടുന്ന സമയത്തൊക്കെ അവർക്ക് ധാരാളം പുരസ്കാരങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടുന്ന ഒരു അസുലഭമായ സമയമാണ് 3-ൽ നിൽക്കുന്ന ചൊവ്വ. കൈകൾക്ക് പരിക്ക് വരാതെ നോക്കണമെന്ന് മാത്രം. കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മിഹി. 3-ൽ ചൊവ്വ വരുമ്പോൾ കൈകൾക്ക് അങ്ങേയറ്റം കരുത്തുണ്ടാവും, കൈകൾക്ക് അങ്ങേയറ്റം ലക്ഷ്മിത്വം ഉണ്ടാകും. തൃതീയ നജ്യത് മംഗലോ മാനവാനാം. 3-ൽ ചൊവ്വ വരുമ്പോൾ അപ്രകാരമാണ്. സഹോദരത വർണ്ണതേ കേന ദേശം. സഹോദരനുമായി ബന്ധപ്പെടുന്ന ദുഃഖം, വിരഹം, ക്ലേശങ്ങൾ, രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകും. തപശ്ചര്യ ചോപഹാസ കഥം സ്യാത്. താൻ വ്രതം, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ അല്ലെങ്കിൽ തീർത്ഥാടനവുമായൊക്കെ ബന്ധപ്പെടുന്ന വിഷയത്തിലേക്ക് തീരുമാനങ്ങളെടുത്ത് അവസാനം അപഹാസ്യനാവും. അതാണ് 3-ലെ ചൊവ്വയുടെ ഒരു ദോഷം. കാരണം 3-ലെ ചൊവ്വ 9-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. തപസ്ഥാനമാണ്, ഭാഗ്യസ്ഥാനമാണ്, ഉപാസനയാണ്. ആ വക വിഷയത്തിലേക്ക് ഇടപെട്ട് പലപ്പോഴും പരിഹാസ്യനാവുക, തനിക്ക് തന്നെ മടുക്കുക, അപ്രകാരമുള്ള സാഹസിക പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ 3-ൽ ചൊവ്വയുള്ള ഇവർ ഇപ്പോൾ മുതിരാൻ പാടില്ല. മറ്റെല്ലാ വിഷയത്തിലേക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. നന്നായി
ധർമ്മദൈവ സങ്കേതങ്ങളിൽ പ്രാർത്ഥിക്കുക. സഹോദരങ്ങൾക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. നന്ദി, നമസ്തേ.